ഹലോ ഫ്രണ്ട്സ്, വസന്തോത്സവം 2026 കനകക്കുന്ന് വീണ്ടും ഒരുങ്ങി. നമ്മുടെ 2025 വിഷമങ്ങളൊക്കെ മാറ്റിവെച്ച് 2026 വരവേക്കാൻ വേണ്ടി ലൈറ്റുകളും പൂക്കളുമൊക്കെ ആയിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് തിരുവനന്തപുരം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരവും ഈ കനകക്കുന്ന് കൊട്ടാരവും ഇപ്പോൾ പകലിനേക്കാൾ സുന്ദരി രാത്രിയിലാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കയറിയ വഴികളാണ്. വളരെ മനോഹരമായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ വളരെ മനോഹരമായിട്ടൊരു ഡ്രാഗൺ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് സത്യം പറയാം, കാഴ്ചയ്ക്ക് വളരെ വലിയ അല്ലെങ്കിൽ ഒരു പുതിയ അനുഭവം സമ്മാനിച്ച ഒരു അടിപൊളി വ്യൂ ആയിരുന്നു. ഒരിക്കലും നിങ്ങളത് മിസ് ചെയ്യരുത്. കയറുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരാൾക്ക് 50 രൂപ എന്ന് പറയുന്ന ഫീസ് ഇവിടം തൊട്ട് മുതലായി. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ളത് എല്ലാം ബോണസ് ആണെന്നേ ഞാൻ പറയുള്ളൂ. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. ഇനി നമ്മൾ നടന്ന് കയറാൻ പോകുന്നത് പൂക്കളുടെയും ചെടികളുടെയും ലോകത്തേക്കാണ്. കൊട്ടാരത്തിലേക്ക് നടന്നു നീങ്ങുന്ന വഴികളുടെ ഇരുവശങ്ങളിലും അറേഞ്ച് ചെയ്തിരിക്കുന്ന വിവിധ തരത്തിലുള്ള പൂച്ചെടികൾ, അവയുടെ വിവിധ വർണ്ണങ്ങൾ, സുഗന്ധം എല്ലാം കൂടെ ഒരുമിക്കുമ്പോഴത്തേക്കും നടന്നു പോകുന്ന വഴി അത് വേറിട്ടൊരു അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഡിസംബർ മാസത്തിൻ്റെ തണുപ്പും അത്ഭുതപ്പെടുത്തുന്ന ഈ ബോൺസായി ചെടികളും വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫ്ലവർ ബൊക്കകളും ഒക്കെയായിട്ട് ഈ രാത്രി അടിപൊളിയാക്കി തന്നെ. ഈ വസന്തോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ഈ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ ഭംഗിയും അവയ്ക്കിരുവശവുമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന പൂച്ചെടികളും അതിനകത്തുള്ള വിവിധ തരത്തിലുള്ള പൂക്കളും അവയുടെ അറേഞ്ച്മെൻറ്റുകളും അവയുടെ ആ ഒരു സുഗന്ധവും വർണ്ണവും പിന്നെ ഈ ഡിസംബർ മാസത്തിൻ്റെ തണുപ്പും കൂടി ആയപ്പോഴത്തേക്കും ഈ കാഴ്ചകൾ അതിഗംഭീരമായി. ഒരിക്കലും മിസ് ചെയ്യരുത്. താങ്ക് യു.